ഹലോ മുത്തുമണികളെ, ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ്. സാധാരണ ഭയങ്കര തിരക്ക്, എന്നാലും കുറച്ച് ജോലിയും കൂടിയൊക്കെ ബാക്കിയുണ്ട്. എന്നാലും ഇതിനൊരു മറുപടി തരാതെ എനിക്കൊരു സമാധാനമില്ല മുത്തുമണി. അത് സമാധാനമില്ല. അതായത് നമ്മൻ്റെ അല്ലോടായിപ്പ് ഉമ്മയ്ക്ക് ഇന്നലെ ഭയങ്കര സങ്കടം. അതായത് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ഒരു പിഴച്ച ജന്തു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതും, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഭീഷണി ഉണ്ടായ സമയത്ത് ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ പിന്നാലെ പാവം കരുതിയിട്ട് പാവം പോലെ ഒരു തള്ള വന്നെന്നുള്ളതും, ആ തള്ളയും ആ തള്ളയുടെ മോളും ഞാനും ഐഷൂട്ടിയും ചേർന്നിട്ട് വേറൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ഞങ്ങൾ ചർച്ച ചെയ്ത ഒരുപാട് വോയിസുകൾ പല യൂട്യൂബ് ചാനലുകളിൽ കൊണ്ടുവന്നിട്ട് എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ ഒരു പിഴച്ച തള്ള, ഒരു പിഴച്ച ജന്തു ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു ഗ്രൂപ്പിലാണ് ഞാൻ എൻ്റെ ഫാമിലി ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിരുന്നത്. അവിടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെന്ന് വിചാരിച്ച പരനാറി ചെറ്റകൾക്ക് അയച്ചു കൊടുത്ത എൻ്റെ ഫാമിലി ആൽബമൊക്കെ എടുത്തിട്ടങ്ങ് അറുമാദിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു ചാനലിൽ ഞാൻ ആ ചാനലിന് നല്ല സുന്ദരമായിട്ട് 3 സ്ട്രൈക്ക് അങ്ങ് കൊടുത്ത് ചാനൽ അങ്ങ് റിമൂവായി പോയി. അതിന് നമ്മൾ അല്ലുടായിപ്പുമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി. അപ്പോൾ ഉടനെ വന്നിട്ട് നമ്മൾ അല്ലുടായിപ്പുമ്മ എന്താക്കിനി അല്ലുടായിപ്പുമ്മേരെ വേറൊരു ചാനലുണ്ടല്ലോ, തെറിവിളി ചാനലിൽ വന്നിരുന്നുണ്ട്. അല്ലുടായിപ്പുമ്മ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എനിക്ക് ഓർമ്മശക്തി ഭയങ്കര കുറവാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഈ പുള്ളിക്കാരത്തിയുടെ വീഡിയോസ് ഒന്നും നമുക്കെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, കാരണം സ്ട്രൈക്ക് തരും. ഞാൻ എന്ത് ചെയ്യട്ടെ എന്നിങ്ങനെ കരുതിയിരിക്കുന്ന പുന്നാര മോളാണ്. ഞാൻ ആരാണ്? ഇവരെയൊക്കെ വിറ്റ പൈസ എൻ്റെ പോക്കറ്റിലുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവരുടെ ഒന്നും വീഡിയോസ് ഇടാറില്ല. വീഡിയോ ഇല്ലാതെ ഞാൻ പറഞ്ഞാലും അതൊക്കെ എത്തേണ്ടവരിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഞമ്മക്ക് എന്ത് ചെയ്യാം, അതിന് റിപ്ലൈ എടുക്കാം. എനിക്കാണെങ്കിൽ റിപ്ലൈ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് പുള്ളിക്കാരത്തി പറയണത് കമ്മ്യൂണിറ്റി പോസ്റ്റിന് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു മോളെ? സ്ട്രൈക്ക് കൊടുക്കുന്ന ഓപ്ഷനിൽ ലൈവ് സ്ട്രീം, നമ്മുടെ വീഡിയോ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള പോസ്റ്റുകൾ, നമ്മുടെ ഫേസ്ബുക്കിലുള്ള പോസ്റ്റുകൾ, അതുപോലെ തന്നെ അതർ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവമുണ്ട്. ആ അതർ ഐറ്റംസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഏത് കണ്ടന്റ് ആണോ, ഏത് തെണ്ടിയാണോ എടുത്തോണ്ട് പോയി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊടുക്കാം. ടപ്പേന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാം. അതൊക്കെ കയറും കേട്ടോ. പക്ഷെ അത് ചാനലിനെ ബാധിക്കില്ല. സ്ട്രൈക്ക് കയറും, അത് റിമൂവ് ആയി പോവുകയും ചെയ്യും. ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് റിമൂവ് ആവും, പക്ഷെ അത് സ്ട്രൈക്കിന്റെ ഗണത്തിൽ പെടൂല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് മീശയുണ്ടെന്ന് മോളെ, ഞാൻ സ്വാഭാവികമായിട്ട് കുറച്ച് രോമങ്ങൾ കൂടുതലുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ഇപ്പൊ പിന്നെ 6 മക്കളെയൊക്കെ പ്രസവിച്ചതിന് ശേഷം ഈ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചിട്ടൊക്കെ കുറെ രോമങ്ങൾ പൊഴിഞ്ഞു പോയതാണ് മോളെ. മുമ്പെന്ന് പറയുന്നത് ശരിക്കും രോമം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ രോമൊന്നും ഇല്ലടേ. അപ്പൊ മനുഷ്യരെ പല രീതിയിലാണ് പടച്ച തമ്പുരാൻ സൃഷ്ടിക്കുന്നത്. അതിൽ മീശ തന്നത് കൊണ്ട് ഞാൻ ആണും പെണ്ണും കെട്ടത് എന്നാ പറയാൻ പറ്റൂല. കാരണം എന്താണ്? എൻ്റെ വയറ്റിലാണ് 6 കുഞ്ഞുങ്ങൾ ജന്മമെടുത്തത്. അപ്പൊ ഞാൻ ആണും പെണ്ണും കെട്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? പോട്ടെ. ഇനി ഞാൻ ഇസ്ലാം ആയിട്ടില്ല എന്ന് അവൾ അടിച്ചു പറയുന്നുണ്ട്. യെസ്, അങ്ങനെ തന്നെ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് രായമ്മ എന്നുള്ള പേരിൽ രായമ്മ തന്നെയാണ് ഞാൻ. ആ രായമ്മയായ ഞാനാണ് നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായോ മുത്തേ? ബാ. പിന്നെ ഞാൻ അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ റമദാൻ നാളിൽ ഞാൻ ഇങ്ങനെ ഇവളെ റിയാക്ട് ചെയ്യൂലായിരുന്നു. മോളെ, നീ മുസ്ലിം ആണല്ലോ, നീ ഇസ്ലാം മത വിശ്വാസിയാണല്ലോ. നീ ആ വിശ്വാസത്തിൽ ഇരുന്നു കൊണ്ടല്ലേ നീ നിസ്കരിക്കുന്നതിന് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രസവിച്ച് തീരട്ട്, പിന്നെ ഷാനിൻ്റെ വീട് മൂത്രം കൊണ്ട് നിറഞ്ഞതാണ്, അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങ് വന്നു കഴിഞ്ഞാലേ പറ്റൂ. അവിടെ നിന്ന് ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പള്ളയിൽ ഒരു കുഞ്ഞുണ്ട്, എൻ്റെ പള്ളയിലുള്ള കുഞ്ഞങ്ങ് പുറത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി നിസ്കരിക്കാം. ഒരു എക്സ്ക്യൂസും ഇല്ല. നിസ്കാരത്തിന്, നോമ്പിന്,
ഒരു എക്സ്ക്യൂസും ഇല്ല. ഹജ്ജിന് മാത്രമാണ് ഇസ്ലാമിൽ എക്സ്ക്യൂസ് ഉള്ളത്. പണമുള്ളവൻ മാത്രം ചെയ്താൽ മതി എന്നുള്ള ഒരു എക്സ്ക്യൂസ് ഉള്ളത്. ഒരു കാര്യത്തിനും ഇസ്ലാമിലെ ഒരു കാര്യത്തിനും ഫർലായ ഒരു കാര്യത്തിനും ഒരു എക്സ്ക്യൂസും ഇല്ല മോളെ. അപ്പൊ ഈ എക്സ്ക്യൂസ് നീ പഠിച്ച ഏത് ഇസ്ലാമിന്നാണ് നീ പഠിച്ചത്? അതുപോലെ പിന്നെ അന്യ പുരുഷനെ സമീപിക്കുക എന്നുള്ളത്, അതും റമളാൻ നാളിൽ. നീ എപ്പോഴാണ് നീ ജുമൈലയുടെ ഭർത്താവിനെ കാണാൻ എറണാകുളത്തേക്ക് പോയത്? നിന്റെ മക്കളെ നിന്റെ സഹോദരന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട്, സഹോദരന്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് കിലോമീറ്ററുകൾ താണ്ടി നീ ജുമൈലയുടെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് പോയി ക്ഷയിക്കാൻ വേണ്ടി പോയത് ഏത് നാളിലാണ് മോളെ? ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ദമ്പതികൾ പോലും റമളാനിന്റെ നാളുകളിൽ, റമളാനിന് നോമ്പില്ല എങ്കിൽ പോലും ആ നോമ്പുള്ള സമയങ്ങളിൽ അവർ ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റില്ല, പാടില്ല. ഒരു തെറ്റും നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടുന്ന നാളുകളാണ് റമളാനിന്റെ നാളുകൾ എന്ന് പറയുന്നത്. നീ അതേ കണക്ക് നോമ്പുകാരൻ അല്ലെങ്കിൽ പോലും പബ്ലിക്കായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ആഹാരപാനീയങ്ങൾ കഴിക്കാനും കുടിക്കാനും പാടില്ല. അത് ഇസ്ലാമിന്റെ ബഹുമാനത്തിൽപ്പെട്ടതാണ്. ഒരു ബഹുമാന സൂചകമായിട്ട് അത് ചെയ്യേണ്ടുന്ന, ഇസ്ലാമികൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ നീ തന്നെ നിന്റെ വീഡിയോകളിൽ എടുത്തെടുത്തെടുത്ത് പറയുന്ന കാര്യമുണ്ട്. ഞാൻ ജുമൈലേന്റെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോയിട്ട് അവിടെ വെച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, മസാല ദോശ കഴിച്ചു. അപ്പോൾ ഈ റമളാനിന്റെ നാളിൽ നീ ചെയ്ത ഈ കന്നന്തുരു, നീ ഏത് മുസ്ലിമാണ്? പറ, നീ ഏത് മുസ്ലിമാണെന്ന് പറ 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 ആ ഇനി നിന്റെ ഇനി അവളുടെ ഉമ്മാനെ ഞാൻ വിളിച്ചു, എൻ്റെ ഉമ്മാനെ അവള് വിളിച്ചോ എന്ന്. എടി, നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, നീ പെണ്ണാണ് എങ്കിൽ, നിനക്ക് ഉറപ്പുണ്ട് നിന്റെ ഉമ്മാനെ പറയാൻ എനിക്ക് ഇഷ്ടമില്ല, ഭാവം ഒരു സ്ത്രീ എങ്കിൽ നീ എൻ്റെ ഉമ്മാനെ ഒന്ന് വിളിച്ച് നോക്ക്. നിനക്ക് എന്നെ മാത്രമല്ലേ അറിയൂ? എടി, മകൾക്ക് വേണ്ടി അതിഭയങ്കരിയാകുന്ന ഒരു ഉമ്മ എൻ്റെ അമ്മയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നീ കണ്ടിട്ടില്ലല്ലോ. മക്കളെ മക്കളെ എന്ന് വിളിക്കുന്ന എൻ്റെ അമ്മേനെ നീ കണ്ടിട്ടുള്ളൂ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കേ മോളെ. ഇനി എനിക്ക് ദജ്ജാലിന്റെ രൂപമാണ് എന്ന് എനിക്കറിയാൻ പാടില്ല മോളെ. ഞാൻ ദജ്ജാലിനെ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ പാടില്ല ദജ്ജാലിനെ പോലെയാണോ ഞാൻ ഇരിക്കുന്നതെന്ന്. എല്ലാവരും പറയാറുണ്ട് എൻ്റെ അമ്മേനെ പോലെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. എനിക്കും ചില സമയത്തൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് എൻ്റെ അമ്മേനെ പോലെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. ഇനി പിന്നെ അവളെ ഒരു പെണ്ണിന്റെ കോലം അല്ല എന്ന് ഞാൻ പറഞ്ഞു തന്നു. യെസ്, പറഞ്ഞു. ഇനിയും പറയും, ഇനിയും പറയും. കാരണം നീ എന്നെ പറഞ്ഞ് എന്തെന്ന് കറുത്താണ് ഇരിക്കുന്നത്, കോലം ഗുണോ ഇല്ലാത്തവള്, കൊറത്തി എന്ന് നീ എന്നെ പറഞ്ഞ്. അതിന് ഞാൻ മറുപടി ആയിട്ട് പറഞ്ഞു, മുരിങ്ങാക്കോല് പോലെയാണ് നീ ഇരിക്കുന്നത്. അതായത് ഈ ഒന്ന് സ്ത്രീകൾക്ക് സ്വതവേ ഒരു രൂപ ലാവണ്യമുണ്ടല്ലോ, അതിന്റെ ഒരു ഭാവഭേദങ്ങളും ഇല്ലാതെ ആണ് നീ ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. 3 മക്കളുണ്ടായിട്ടും ഒന്നും കാണാനില്ലാത്ത ഒന്നുപോലെയാണ് നീ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി അങ്ങ് പുറത്തോട്ട് ബാക്കിലോട്ട് നീങ്ങിയിട്ട് ഞാൻ പെണ്ണിനെ പോലെ അല്ലേ ഇരിക്കുന്നതെന്ന്. ഇപ്പൊ എന്തെന്ന് വെച്ചാൽ, നേരത്തെ നിന്റെ ശരീരത്തിൽ ഒരു വലിയ തലയും അതിൻ്റെ അകത്ത് ഒരു വലിയ നാക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ വയറും കൂടി ഇങ്ങനെ ഉണ്ട്, അല്ലാതെ ഒന്നുമില്ല. ഒരു മുരിങ്ങാക്കോൽ അത് തന്നെയാണ് നീ. ഇനി ഞാൻ ആരോടും എരന്നിട്ടില്ലേ എന്ന് എരന്ന വോയിസ്, ഞാൻ ആരോടും എരന്നിട്ടില്ലേ എന്ന് അവൾ എൻ്റെ അടുത്ത് ഇല്ല എന്ന് ഞാൻ 100 വട്ടം പറയും. ഞാൻ 100 വട്ടം അടിച്ചടിച്ച് പറയും. എടി, നിങ്ങൾ പറയുന്നത് അഷ്കർ മലബാർ എന്ന് പറയുന്ന ഒരു ചെറ്റ തെണ്ടി നായിന്റെ മോന് എനിക്ക് 1000 രൂപ അയച്ചു തന്നു എന്നാണ്. അപ്പോഴും ഞാൻ ചോദിക്കുന്ന, യൂട്യൂബ് വഴി പരിചയപ്പെട്ട ഒരു സ്ത്രീ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ഉടനെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഈ ചെറ്റ. ഇനി എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് കടം വാങ്ങിച്ചു കൊണ്ടുപോയ പൈസ എനിക്ക് ഗൂഗിൾ പേ വഴി അയച്ചു തന്നു. അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയും, എങ്ങനെ വേണമെങ്കിലും പറയും.
എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് ഞാൻ അവനോട് ക്യാഷ് ചോദിച്ച് എന്നാണ് നിങ്ങൾ പറയുന്നത്. എടാ, ഈ ചോദിക്കുന്നതിന് ഒരു വോയിസ് ഉണ്ടാവൂലേ? എൻ്റെ എത്രയോ വോയിസുകൾ നിങ്ങൾ എടുത്തോണ്ട് വന്ന് അർമാദിച്ച്, ഈ അർമാദിച്ച വോയിസുകളിൽ ഒന്നും തന്നെ ഞാൻ ഈ ചെറ്റയോട്, ഈ നായി സുവർണോട്, എടി ഈ നായി സുവർണിൻ്റെ അടുത്തെന്നല്ല, എൻ്റെ സൗഹൃദ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് ആ മൈലാഞ്ചി കാർഡുകളൊക്കെ. ഏതെങ്കിലും ഒരാളുടെ അടുത്ത്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എൻ്റെ മക്കളെ പോറ്റാൻ എനിക്ക് നിവൃത്തിയില്ല, 1000 രൂപ താ, അല്ലെങ്കിൽ 500 രൂപ താ, 10 രൂപ താ എന്ന് ഞാൻ ചോദിച്ച വോയിസ് നിങ്ങൾ എടുത്ത് പബ്ലിക്കിൽ കൊണ്ടുവന്നാൽ എൻ്റെ തല മുണ്ടനം ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. അതിലൊരു തർക്കവും ഇല്ല. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടെന്നല്ല, എടി എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് പോലും. എൻ്റെ ഭർത്താവിനെ ഞാൻ കിംസി കൊണ്ടുപോയി ഇട്ട സമയത്ത് എൻ്റെ ഭർത്താവിന് വേണ്ടി പോലും ഞാൻ ഒരാളടുത്ത് കൈ നീട്ടിയില്ല. എനിക്കത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. എൻ്റെ ബന്ധുക്കളും എൻ്റെ സ്വന്തക്കാരും എൻ്റെ സഹോദരങ്ങളൊക്കെ ഇന്നും ജീവിച്ചിരിക്കുമ്പോൾ അവരിൽ ആരെങ്കിലും പറയട്ടെ, അവരുടെ ആരുടെയെങ്കിലും 1 രൂപ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ചോദിച്ചു എന്ന് നീ തെളിയിക്ക്. അല്ലാതെ ഇരുന്ന് കൊണ്ട് ഒരു 1000 കുണുവ, 1000 രൂപ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ സാധനമാണ്. നിങ്ങൾ കൊണ്ടുപോക്കോ, എനിക്ക് വേണ്ട കാക്ക, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സാധനമാണ്. ആ 1000 രൂപ ഞാൻ എണ്ണി ആ നായിക്ക് കൊടുക്കുമ്പോഴും ഞാൻ പറഞ്ഞ വേണ്ട, അയാൾ ഇടാൻ പോകുന്നതെന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വേണ്ട കാക്ക, ഞാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളാന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ടിട്ടത് അവൻ ചതിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്നും അവർ മരിച്ചൊന്നും പോയിട്ടില്ല, ഇന്നും അവർ ജീവനോടെ ഉണ്ട്. ഇനി എനിക്ക് 50 വയസ്സായില്ലേ, ഒതുങ്ങിക്കൂടെ എന്ന്. മോളെ, നിനക്ക് 10, 30, 40 വയസ്സെങ്ങാണ്ടായില്ലേ, നിനക്ക് ഒതുങ്ങിക്കൂടെ ഇടി? ഈ ഓടി നടന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് വിത്ത് കളയനെ പോലെ ഓടി നടന്ന് പല പുരുഷന്മാരെ പിന്നാലെ നടന്ന് ഓരോന്നിനും ഉണ്ടാക്കാൻ വേണ്ടി നിനക്ക് നാണാവുന്നില്ലേ? 10, 40 വയസ്സായില്ലേ, 10, 35 വയസ്സായില്ലേ, ഒന്നില്ലെങ്കിൽ 10, 35 വയസ്സായില്ലേ നിനക്ക്? ഇല്ല, എനിക്ക് 50 വയസ്സല്ല മോളെ. ഞാൻ അടുത്ത വർഷം ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ പോണ കിളവിയാണ്. എനിക്ക് 60 വയസ്സായി. നിനക്ക് എവിടെ തെറ്റ് പറ്റിയതാണ്. എനിക്ക് 60 വയസ്സായി. അത് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അനങ്ങാൻ പാടില്ല. നീ എന്നും ഇങ്ങനെ 25-കാരിയായിട്ട് ജീവിക്കും. അൽഗോണാത്തി. ഇതാണ് മോളെ പോയിന്റ്. അതായത് ഇവളുടെ ഡെലിവറി അങ്ങ് കഴിഞ്ഞോട്ട് എന്നിട്ട് ഇവള് പെരുമ്പാവൂരുകാരൻ്റെ അടുത്ത് പോകുന്നു. ഞങ്ങൾക്കറിയാടി, നിനക്ക് മിസ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് അവനാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിന്റെ വയറ്റിൽ കിടക്കുന്ന ആ അസുര വിത്തുണ്ടല്ല, ആ സാധനത്തിനെയും അയാളെ തലയിൽ നീ കെട്ടിവെക്കാൻ നോക്കിയ അടുത്ത് നിന്ന് അയാളെ വലിച്ചു തൂക്കി പുറത്തു കൊണ്ടുപോയവളാണ് ഞാൻ. നീ ഇത് പെറ്റൊഴിഞ്ഞ ഉടനെ അങ്ങേരെ നെഞ്ചത്തോട്ടാണ് ചെന്ന് കയറാൻ പോണേ എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങേരെ കുടുംബത്തിൻ്റെ അടുത്ത് അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു കഴിഞ്ഞ ഒരു കാര്യമാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് പോയി എടുത്താണ്. നിനക്ക് നിന്നെ തന്നെ എടുത്തോണ്ട് നടക്കാൻ വേണ്ടിയിട്ട് വയ്യ. അതിനാണ് ഈ ജുമൈലേന്റെ ഭർത്താവിനെയും പൊക്കി പിടിച്ചും കൊണ്ട് നീ നടക്കണത്. നീ പോയി അങ്ങേരെ എടുക്കുമെന്നാ? ഒന്ന് പോടി. ഇനി എൻ്റെ കഴിവേറി ഭർത്താവ് എൻ്റെ വീട്ടിൽ ഇല്ലെന്ന്. എടി, ഭർത്താവ് എന്ന് പറയുന്നത് പാർട്ട്ണറാണ്. ആ മനുഷ്യൻ എൻ്റെ കുടുംബത്തിൽ എത്ര അധികാരമുണ്ടോ അത്രയും അധികാരം എനിക്കുമുണ്ട്. കാരണം അത് പാർട്ട്ണറാണ്. ഒരു സ്ത്രീയുടെ മേൽ അധികാരം ചെലുത്താൻ കഴിവുള്ളത്, അല്ലെങ്കിൽ അധികാരം ചെലുത്താൻ അധികാരമുള്ളത് എന്ന് പറയുന്നത് അവളുടെ പിതാവിനും അവളുടെ സഹോദരനുമാണ്. അധികാരം ചെലുത്താൻ, നീ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ അധികാരമുള്ളത് അവരുടെ പിതാവിനും അവരുടെ സഹോദരനുമാണ്, അല്ലാതെ ഭർത്താവിനോ മകനോ ഒന്നുമല്ല. മകനും അത് ചെയ്യാനായിട്ട് സാധിക്കൂല, ഭർത്താവിനും അത് ചെയ്യാനായിട്ട് സാധിക്കൂല. ഭർത്താവ് എന്ന് പറയുന്നത് പാർട്ട്ണറാണ്, ഒരേ അധികാരമുള്ളവരാണ്. എൻ്റെ കുടുംബത്തിൽ എനിക്കും എൻ്റെ ഭർത്താവിനും ഒരേ അധികാരമാണ്. ഞാനൊരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ചെയ്യണ്ട എന്ന് പറയാനുള്ള അധികാരം എൻ്റെ ഭർത്താവിനില്ല. അതുപോലെ അദ്ദേഹം ഒരു കാര്യം ചെയ്താൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. പക്ഷെ എൻ്റെ അച്ഛനുണ്ട്. നിന്റെ വീട്ടിൽ നിന്റെ തന്ത, ഞാൻ ആ മനുഷ്യനെ കഴിവേറി എന്ന് പറയില്ല. കാരണം ആ മനുഷ്യൻ നിന്നെ കൊണ്ട് ആ നാട്ടിൽ എത്രത്തോളം വേദന സഹിക്കുന്നു എന്നുള്ളത് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആ മനുഷ്യനെ അങ്ങനെ പറയുന്നില്ല.
നിന്റെ അച്ഛനും നിന്റെ സഹോദരന്മാർക്കും നിന്നെ നന്നാക്കാൻ കഴിഞ്ഞോ? എന്നിട്ടാണോ എൻ്റെ ഭർത്താവിനെ അതിനും മാത്രം ഓടി നടന്ന് മറ്റുള്ളവരുടെ വംശം നിലനിർത്താൻ ഞാൻ ഓടി നടക്കുന്നില്ല മോളെ. ഇനി മോൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? മോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് എന്തോ സുക്കൂനുള്ള മീമിന് ശേഷമുള്ള നിയമമാണോ, സുക്കൂനുള്ള തൻവീനിന് ശേഷമുള്ള നിയമമാണോ, ഇന്നക്ക എന്നൊരു നിയമമില്ല എന്ന്. മോളെ, ഞാൻ എന്താണ് പറഞ്ഞത്, നീ എന്താണ് പറഞ്ഞത് എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ രായമ്മയ്ക്ക് ഖുറാനിലെ കുറെ കാര്യങ്ങൾ അറിയാം, അറബി വായിക്കാൻ അറിയാം. ഇനി നീ പറയുന്നത് പോലെ, ഞാൻ ഈ പറയുന്നത് പോലെ നിനക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നീ ഒന്ന് പറ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ, എന്നെ ഈ ഗതികേടിലേക്ക് ഇവർ തള്ളിയിടുന്നത് കൊണ്ടാണ്. നിങ്ങൾ എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. എനിക്കിത് പറയാതെ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. എന്താണ് നിയമം? സുക്കൂനുള്ള നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളാണോ നീ എന്നോട് ചോദിക്കുന്നത്? 5 നിയമങ്ങളുണ്ട്. ഞാൻ പണ്ടപ്പോഴോ പഠിച്ചതാണ്, അതിൽ തെറ്റുകൾ വന്നേക്കാം. ഇൽഹാർ, ഇക്ലാബ്, ഇഹ്ഫാ, ഇദാം ബി ഉന്ന, ഇദ്ഗാം ബിലാ ഉന്ന. ഇത് വ്യത്യസ്ത അക്ഷരങ്ങൾ ചേരുമ്പോൾ, അതായത് സുക്കൂനുള്ള നൂനിനും തൻവീനിനും ശേഷം വ്യത്യസ്ത തരം അക്ഷരങ്ങൾ വരുമ്പോഴാണ് ഇതിൻ്റെ നിയമങ്ങൾ അവിടെ പറയേണ്ടത്. ഈ നിയമങ്ങളിൽ ഇൽഹാറിൽ തൊണ്ടയിൽ നിന്ന് വരുന്ന ഹൽക്കിന്റെ അക്ഷരങ്ങൾ, അതായത് ഹംസ, ഹ, ഹ, ഐന്, ഒയിന്, ഈ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും വെളിവാക്കി ഉച്ചരിക്കണം. ഇനി ഇക്ലാബില് ബ എന്ന് പറയുന്ന അക്ഷരം സുക്കൂനുള്ള നൂനിനും തൻവീനിനും ശേഷം വന്നു കഴിഞ്ഞാൽ അതിനെ മറിച്ച് മറ്റൊരക്ഷരമായി പറയണം, അത് മീമായി പറയണം. ഇനി ഇൽഹാർ ഏതക്ഷരമാണ് ഞാൻ പറഞ്ഞത്? ഇനി ഏതക്ഷരമാണ്? എടാ, ഈ സ്പീഡിൽ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും കേട്ടാ. ഇഹ്ഫാവ് അത് 16 അക്ഷരങ്ങളാണ്, 15 അക്ഷരങ്ങളാണ്. ഏതൊക്കെയാണ്? താവ്, സാവ്, ജീമ്, ദാല്, റാവ്, സായ്, സീന്, ഷീന്, ലോദ്, സ്വാദ്, പിന്നെന്തൊക്കെ, കാഫ്, കോഫ്. ഈ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ മറച്ച് മണിക്കണം. എത്ര ഹറക്കത്ത് വെച്ചിട്ട്? 2 ഹറക്കത്തിന്റെ ഇത് വെച്ച് മറച്ച് മണിക്കാം. ഇദ്ഗാം ബിയുന്നയ്ക്ക് 4 അക്ഷരങ്ങളാണ്. ഇത് എത്ര നമ്മൾ കാണാതെ പഠിച്ചാലും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല എങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കൂലല്ലോ. ഇദ്ഗാം ബിയുന്ന, ഈ ബിയുന്നയിൽ 4 അക്ഷരങ്ങളാണ് വരുന്നത്. ഈ ബിയുന്നയിലാണ് നമ്മൾ തരിമൂക്ക് കൊണ്ട് അക്ഷരം ഉച്ചരിക്കേണ്ടത്. അതായത് സുക്കൂനുള്ള നൂനിനും തൻവീനിനും ശേഷം പിന്നെ യാ, വാ, നൂന്, മീമ് ഈ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ തരിമൂക്കിലൂടെ നൂനിനെ നമ്മൾ പിന്നെ ഇങ്ങനെ തരിമൂക്കി കൂടി ഉച്ചരിക്കണം. അതായത് ഇങ്ങനെ എന്താണ്, മീം വലിത് അങ്ങനെ ഉച്ചരിക്കണം. പിന്നെ അടുത്തത് ഇദ്ഗാം ബിലാ ഉന്ന, അതിൽ 2 അക്ഷരങ്ങളാണ്, ലാമും റായും ആണ് വരുന്നത്. ഈ അക്ഷരങ്ങൾ വരുന്ന സമയത്ത് ഈ നമ്മൾ ഇദ്ഗാം ബിയുന്ന പറയുന്ന സമയത്ത് ആ ഓതുന്ന ആ സ്ഥലത്ത് നമുക്ക് രാഗം കൊണ്ടുവരാം. ഖുർആൻ ഓതുമ്പോൾ മൂക്കി കൂടി നമുക്ക് ഓതാൻ പറ്റൂല, ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഒരു രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഓതാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഈ രാഗം കൊണ്ടുവരാൻ നമുക്ക് ഇദ്ഗാം ബിയുന്ന ഉച്ചരിക്കുന്ന സമയത്ത്, അതായത് വാ, യാ, മീമ്, നൂന് ഈ അക്ഷരങ്ങൾ വരുന്ന സമയത്ത് അവിടെ നമുക്ക് രാഗം കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഇദ്ഗാം ബിലാ ഉന്ന വരുന്ന സമയത്ത്, അതായത് ലാമും റാവും വരുന്ന സമയത്ത് നമുക്കവിടെ രാഗം കൊണ്ടുവരാൻ പറ്റൂല. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യണം? മറച്ച് മണിച്ചിങ്ങനെ പറയണം. മറച്ച് മണിച്ചാണോ എന്തോ, മറച്ചിങ്ങനെ പറയണം. അതായത് ഇങ്ങനെ മിർറബ്ബിഹി അങ്ങനെ പറയാനായിട്ട് പറ്റും. ഇനിയുണ്ട് ഷദ്ദിന്റെ മദ്ദിന്റെ ഒക്കെ നിയമങ്ങളുണ്ട്. ഇത് മാത്രമല്ല, സുക്കൂനുള്ള മീമിനും
നിയമങ്ങളുണ്ട്. അതായത് സുക്കൂനുള്ള മീമിൻ്റെ കൂടെ ഹറക്കത്തുള്ള മീമ് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഖുറാനിൽ തന്നെ മുകളിൽ ചെറിയ മീമായിട്ട് ഇങ്ങനെ ഇടും. അപ്പം ആ മീമ് വരുന്ന സമയത്ത് ശബ്ദ ചേർത്തിട്ട് പറയാനായിട്ട് പറ്റും. അതായത് സുക്കൂനുള്ള മീമിൻ്റെ കൂടെ ഹറക്കത്തുള്ള മീമ് വരുന്ന സമയത്ത് ശബ്ദ ചേർത്ത് മണിച്ച് ഉച്ചരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതിനെ നമ്മൾ ഇദ്ഗാം എന്നാണ് പറയുന്നത്. അതുപോലെ മീമിൻ്റെ കൂടെ ഈ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരുന്ന സമയത്ത് അതിനെ ഇഖ്ഫ എന്നാണ് പറയുന്നത്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരുന്ന സമയത്ത് അതിനെ ഇഖ്ഫ എന്നാണ് പറയുന്നത്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരുന്ന സമയത്ത് മീമിനെ മറച്ച് മണിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനി ഈ മീമിൻ്റെ നിയമങ്ങൾ വരുന്ന സമയത്ത് ഈ 2 അക്ഷരങ്ങൾക്ക് മാത്രമാണ് ഈ നിയമം വരുന്നത്. അതായത് ബാവ് വരുന്ന സമയത്തും മീമ് വരുന്ന സമയത്തും ഈ ഒരു നിയമമാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം ആ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ആ അക്ഷരങ്ങളെയൊക്കെ തന്നെ വെളിവാക്കി ഉച്ചരിക്കണം. ഇതൊക്കെ ഖുറാൻ്റെ നിയമങ്ങളാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത കാര്യം വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ടാണ് എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയത്. അതിൽ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാവും. കാരണം എനിക്ക് നിങ്ങളെപ്പോലെ ഒരു ഉസ്താദിൻ്റെ മുഖത്ത് വെച്ച് എനിക്കിതൊന്നും പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കണ്ടു. എൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഇത് ഞാൻ പഠിച്ചെടുത്തത്. നിങ്ങൾ എന്നെ രായമ്മ എന്ന് വിളിക്കുന്ന സമയത്ത് എനിക്കൊരല്പം പോലും എനിക്ക് മനസ്സിന് വേദന തോന്നാറില്ല. കാരണം നാമം കൊണ്ടോ വേഷം കൊണ്ടോ ആരും തന്നെ മുസ്ലിം ആവുന്നില്ലടാ. നാമം കൊണ്ടോ വേഷം കൊണ്ടോ ഒരാളും ഇസ്ലാം ആവുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്നത് പടച്ച റബ്ബിൻ്റെ ഇഷ്ടം ഒരാളുടെ ഉള്ളിലേക്ക് ഇട്ടാൽ മാത്രമേ അത് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എത്രയോ വർഷങ്ങൾ കൊണ്ട് എത്രയോ ഉസ്താദുമാരുടെ ശിക്ഷണം നേടി നിങ്ങളൊക്കെ നേടിയെടുത്ത ആ ഒരു കാര്യം എനിക്ക് ആരുടെയും ശിക്ഷണമില്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ നേടിയെടുത്തതാണ്. എന്നെ ആരും ഈ കാര്യത്തിന് എന്നെ ശിക്ഷിച്ചിട്ടില്ല. ശിക്ഷ ഭയന്ന് ഞാൻ ഒന്നും തന്നെ പഠിച്ചിട്ടുമില്ല. ഇഷ്ടം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, ഇഷ്ടം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തതാണ്. അപ്പോൾ നിയമങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഒരു പരിധി വരെ ഞാൻ അതിൽ വിജയിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഈ ഉണ്ട് എന്നുള്ളത് എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും 1 വർഷത്തോളമായി എന്നെ നീ ഏത് മതം, നീ സർട്ടിഫിക്കറ്റ് കാണിക്കുക എന്ന് പറയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് ലോകത്ത് മാത്രമാണ് എനിക്ക് ഉപകാരമുള്ളത്. ഈ ലോകത്ത് അതിനുള്ള ഉപകാരം ഞാൻ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു. ഞാനത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞത് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡിന് മരുന്ന് വാങ്ങാൻ എൻ്റെ മഹലിൽ നിന്ന് എനിക്ക് പൈസ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ ഈ ജനങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 3000 രൂപ വെച്ച് എനിക്ക് മരുന്ന് വാങ്ങാൻ എൻ്റെ പള്ളിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. 1.5 വർഷം എനിക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വിശ്വാസത്തിന് എത്ര ഗുണമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് എത്ര ബലമുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം പടച്ച തമ്പുരാൻ ഇച്ഛിക്കാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ദീന് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇട്ട് കൊടുക്കാതെ ഒരു മനുഷ്യന് അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ പരിഹസിക്കുന്നതുണ്ടല്ലോ, ശരിക്കും നിങ്ങളെ മറ്റുള്ളവരെ അളക്കാനാണ് അത് ഒരു ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ നെജിലയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു രീതി ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ നിയമങ്ങൾ പറഞ്ഞതുപോലെ നീ ആലിമിന് പഠിച്ച ഒരു വ്യക്തിയാണല്ലോ. ഞാൻ ആലിമിനെ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് അറിയാനും പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ നിനക്കിത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് നീ ഒന്ന് പറഞ്ഞു കാണിച്ചേ നോക്കട്ടെ.